ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പം ഞാൻ രാവിലെ തന്നെ നല്ല ചൂട് ചായയൊക്കെ കുടിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങി കേട്ടോ. വേറെ എങ്ങോട്ടല്ല, നമ്മളെ വീടിൻ്റെ മുറ്റത്തേക്ക് തന്നെ കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ എന്താ അത്ര മുറ്റത്ത് പ്രത്യേകത എന്ന്? പ്രത്യേകിച്ചൊന്നുമില്ല കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ സ്ഥിരം ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഇത്. ഞാൻ എത്ര ദിവസം അവിടെ നിൽക്കുന്നോ അത്രയും ദിവസം എനിക്ക് എൻ്റെ വീടും പരിസരവും അതുപോലെ അപ്പുറത്ത് നമ്മുടെ പാടവും അതുപോലെ തോടും കുളമൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഒന്ന് വിസിറ്റ് ചെയ്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇതാ കണ്ടില്ലേ, ഈ രണ്ട് ഐറ്റം ചേമ്പ് നിങ്ങൾ കണ്ടില്ലേ. ഇതിന് എന്തൊക്കെ പേരുണ്ട്, പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും ഈ ഒരു സംഭവമൊക്കെ എനിക്ക് ഇവിടുന്ന് കൊണ്ടുപോകണം. അതിനൊക്കെയാണ് ഞാൻ മെയിനായിട്ട് ഇറങ്ങുന്നത് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെ നാട്ടിൽ ഇതൊക്കെ പുല്ലാണ്. ഇപ്പം മഴയൊക്കെ പെയ്തപ്പോൾ ഒരുപാട് മുറ്റത്ത് പറമ്പിലൊക്കെ വളർന്നു വന്നിട്ടുണ്ട്. ഞാൻ ഇതൊക്കെ പൊട്ടിച്ച് പറിച്ചു കൊണ്ടുപോയിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകുമ്പം അവിടേക്ക് കൊണ്ടുപോയിട്ട് എൻ്റെ ഒരു കൊച്ചു ഗാർഡൻ ഉണ്ട് കേട്ടോ, അതൊക്കെ ഞാൻ കൊണ്ടുപോയി കുഴിച്ചിട്ടിട്ട് ഇപ്പോൾ കുറച്ചൊക്കെ തന്നെ ഉണ്ടായി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ മഴയും കാര്യങ്ങളൊക്കെ ആണല്ലോ, പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട, നല്ല രീതിയിൽ വളർന്ന് വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറമ്പും തോടൊക്കെ തപ്പി വെക്കണത് കേട്ടോ. കണ്ടില്ലേ, നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ്. പിന്നെ കറങ്ങി തിരിഞ്ഞ് വന്നപ്പോഴാണ് ഇതാ ഉമ്മാൻ്റെ വലിയൊരു തുളസി തൈ കണ്ടത് കേട്ടോ. അപ്പോൾ അതുമൊന്നും ഞാനൊരു കൊമ്പ് പറിച്ച് അത് വെറുതെ വിടാൻ തോന്നിയില്ല കേട്ടോ. എന്തായാലും അതും കാര്യങ്ങളൊക്കെ പറിച്ചുകൊണ്ട് വന്നതിന് ശേഷമാണ് എന്താ വേറെ ഐറ്റം ചേമ്പ് കേട്ടോ. രണ്ടൈറ്റം നമ്മളവിടെ കണ്ടല്ലോ, ഇതിപ്പോൾ മൂന്നാമത്തെ വെറൈറ്റി ചേമ്പ്. അതായത് അടിഭാഗം നല്ല ഡാർക്ക് കളറും മുകളിൽ നല്ല കരിം പച്ച ഇലയുള്ള നല്ലൊരു വെറൈറ്റി ചേമ്പ് കേട്ടോ. അതിനടുക്കാണ് നമ്മളെ പുള്ളിച്ചേമ്പിന് ഇങ്ങനൊരു പൂവുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായത്. ഞാൻ ഇത്രയും എൻ്റെ ഗാർഡനിൽ നമ്മൾ ചേമ്പൊക്കെ ഉണ്ടാക്കിയല്ലോ, പക്ഷേ അതിന് പൂവൊന്നും ഇതുവരെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നടക്കുമ്പോൾ ഉണ്ട് വെറൈറ്റി വേറെ ഒരു സാധനം. അതായത് ഇതാ കണ്ടില്ലേ, ഈ മതിൽമക്കൂടി പാമ്പിൻ്റെ മാതിരി കയറി പോണ റേറ്റ് കേട്ടോ. ഇത് നമ്മളെ മണി പ്ലാന്റിൻ്റെ ഒക്കെ ഒരു വേറൊരു വേർഷനാണെന്ന് തോന്നുന്നു. അത് ഞങ്ങളവിടെയൊക്കെ പുല്ലാണ്. എന്തായാലും എനിക്കിതും അടിച്ചു മാറ്റി പോകണം. അപ്പോൾ അത്രക്കുള്ളൂ, ബായ്.